തൃശ്ശൂർ പാലക്കാട് റൂട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി ടോൾ പ്ലാസയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നല്ല വീതിയുള്ളൊരു ടോൾ പ്ലാസയാണിത്. നല്ല സ്ട്രൈറ്റ് ആയിട്ട് കിടക്കുന്നത് കൊണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു റൺവേ ആക്കാവുന്ന, ഒരു ടെമ്പററി റൺവേ ആക്കാവുന്ന വീതി ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ചെന്നൈ വൈശാഖ എല്ലാം പോകുന്ന ചെന്നൈ വിശാഖപട്ടണം ഒറീസ ഹൈവേയിലെല്ലാം 2-3 ടോൾ പ്ലാസകൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റൺവേ ആക്കി മാറ്റിയിട്ടുണ്ട്. കൃത്യമായി മാർക്ക് ചെയ്ത് ടെമ്പററി ആയിട്ട് എന്തെങ്കിലും കാരണവശാൽ ഫ്ലൈറ്റ് ഇറങ്ങാനുള്ള ആവശ്യം, യുദ്ധകാലാടിസ്ഥാനത്തിലേക്ക് ഇറങ്ങേണ്ട ആവശ്യം വന്നാൽ ഇറങ്ങാവുന്ന രീതിയിൽ റോഡ് റൺവേ ആക്കിയിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ ഒരു ഹൈവേയും റൺവേ ആക്കിയിട്ടില്ല. അങ്ങനെ ഒരു റൺവേ ആക്കാൻ പറ്റുന്ന സ്ഥലം, കൃത്യമായി സ്ട്രൈറ്റ് ലൈൻ കിട്ടുന്ന ഒരു ഹൈവേ ആണിത്. ഈ ഹൈവേ കടന്ന് ചെല്ലുമ്പോൾ ഇവിടുത്തെ ഈ വടക്കാഞ്ചേരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ചിപ്സ് കടകളുടെ ഒരു മേഖലയാണിത്. നല്ല രീതിയിൽ വെളിച്ചെണ്ണയിൽ വറുത്ത ചിപ്സ് കിട്ടും. അതുകൂടാതെ ഓയിലിൽ വറുത്ത ചിപ്സും ഉണ്ട്. ഓയിലിൽ വറുത്തതിന് വില കുറവായിരിക്കും, വെളിച്ചെണ്ണയിൽ വറുത്തത് വില കൂടുതലായിരിക്കും. പിന്നെ യാത്ര ചെയ്യുന്ന ശബരിമല പോയിട്ട്, ശബരിമല സീസണാണല്ലോ, ആ സീസണിലുള്ളവർക്കെല്ലാം കേരളത്തിൻ്റെ തനത് വിഭവങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാനുള്ള എല്ലാ കടകളും ഈ വടക്കാഞ്ചേരി ഭാഗം മുതൽ ആലത്തൂർ ഭാഗം വരെയുള്ള സ്ഥലങ്ങളിലുണ്ട്. നല്ല ഹോട്ടലുകളുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക്, ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഏറ്റവും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് വടക്കാഞ്ചേരി. ഇതുവഴി യാത്ര ചെയ്യുന്ന ജനങ്ങളിലെ ഒരു 20% മുതൽ 30% ആളുകൾ ഇവിടെ വാഹനം നിർത്തി ഈ പ്രദേശത്ത്, അതായത് വടക്കാഞ്ചേരി മുതൽ ആലത്തൂർ വഴിയുള്ള സ്ഥലങ്ങളിൽ ഒത്തിരി ചിപ്സ് കടകളുണ്ട്. ഒരു 100 കണക്കിന് ചിപ്സ് കടകളുണ്ട്, ചെറിയതായിട്ടുള്ള. അവിടെ വാഹനം നിർത്തുകയും അവിടെ നിന്ന് ചിപ്സ് എല്ലാം വാങ്ങിയിട്ട് നാട്ടിൽ പോകുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷവും. ഇവരുടെ ടോട്ടൽ ഒരു വർഷത്തെ സെയിലിൽ ഏറ്റവും മികച്ച സീസൺ എന്ന് പറയുന്നത് ശബരിമല സീസണാണ്. ഇവരുടെ സെയിലിൻ്റെ ഒരു 50% ഇവർക്ക് ലഭിക്കുന്നത് ശബരിമല സീസണിലാണ്. പിന്നെ ചിപ്സ് മാത്രമല്ല, മറ്റുള്ള പലഹാരങ്ങളും എല്ലാം ഇവരുടെ അടുത്തുണ്ട്. അതുകൂടാതെ ഇവർ വെളിച്ചെണ്ണയെല്ലാം ഇവിടുന്ന് തമിഴ്നാട്, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്കെല്ലാം കോക്കനട്ട് ഓയിലെല്ലാം ഇവിടുന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളും വാങ്ങിച്ചുകൊണ്ട് പോകാറ്. വടക്കാഞ്ചേരിയും ആലത്തൂരും കഴിഞ്ഞാൽ പിന്നെ ഈ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൗൺ വരുന്നത് കുഴൽമന്നാണ്. ഇവിടെ ചിപ്സ് കണ്ടോ, ഇവിടെ ലെഫ്റ്റ് സൈഡിലൊക്കെ വണ്ടികളൊക്കെ നിർത്തിയിട്ട് ആളുകൾ ചിപ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി കടകൾ ഈ ആലത്തൂർ ഭാഗത്തും ഉണ്ട്. ഒത്തിരി കടകളുണ്ട് ഇവിടെ എല്ലാം. ഈ ഹോട്ടലൊക്കെ പുതിയത് വന്ന ഹോട്ടലാണ്. വേറെ എല്ലാം തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു കച്ചവടമാണ് അവിടെ ഹോട്ടലുകളിലെല്ലാം. എല്ലാ വണ്ടികളും ചിപ്സ് വാങ്ങിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും 2 ഭാഗത്തും നിറയെ ചിപ്സിൻ്റെ കടകളാണ്. താഴത്തെല്ലാം തമിഴ്നാട്ടുകാരും യാത്രക്കാരായ ആളുകൾ മുഴുവനും ഈ ഭാഗത്തുനിന്ന് ചിപ്സ് വാങ്ങിക്കാതെ എന്ത് ചെയ്യാറില്ല, വീട്ടിൽ പോകില്ല. മെയിനായിട്ട് നടക്കുന്ന ഒരു കച്ചവടം ലോട്ടറി കച്ചവടമാണ്. നിറയെ ലോട്ടറി കടകളായിരിക്കും. പിന്നെ തമിഴ്നാട് അവിടെ ഒത്തിരി ആളുകൾ, തമിഴ്നാട് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ആളുകളെല്ലാം ഇവിടുന്ന് ലോട്ടറി എടുത്തിട്ട് പോകും. അതുകൊണ്ട് ഒത്തിരി ലോട്ടറി കച്ചവടവും ഇവിടെ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പാവപ്പെട്ടവൻ്റെ ആശയും കീശയും സർക്കാർ ഒരേപോലെ കൊള്ളയടിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ലോട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അത്രമാത്രം ലോട്ടറി വിളിക്കുകയും എന്നാൽ സമ്മാനമൊക്കെ തുച്ഛമായ സമ്മാനം ലോട്ടറി എടുക്കുന്ന ആളുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന സംവിധാനമാണല്ലോ. ഒത്തിരി പാവപ്പെട്ട ആളുകൾ ലോട്ടറി വിറ്റ് ജീവിച്ചു പോകുന്നുണ്ട്. അതിനെ നമ്മൾ എതിർക്കുന്നതല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഇരയാവുന്നത് ഈ പാവപ്പെട്ടവൻ്റെ ആശയും കീശയും ഒരേപോലെ കൊള്ളയടിക്കുന്ന ഒരു വ്യവസ്ഥയാണ് യഥാർത്ഥത്തിൽ ലോട്ടറി എന്ന് പറയുന്നത്. വടക്കാഞ്ചേരിയും ആലത്തൂരും കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഏറ്റവും വലിയൊരു ടൗൺ ഈ മേഖലയിൽ വരുന്നത് ഒരു ടൗൺ എന്ന് പറയുന്നത് കുഴൽമന്നാണ്. കുഴൽമന്ന അറിയാലോ, ഏറ്റവും കാലിച്ചന്തയ്ക്ക് ഏറ്റവും പ്രശസ്തമായ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു കാലിച്ചന്ത നടക്കുന്നത് കുഴൽമന്നത്താണ്. അവിടെ ശനിയാഴ്ച ദിവസങ്ങളിലാണ് മാർക്കറ്റ്. വെള്ളിയാഴ്ച വൈകുന്നേരങ്ങളോടെ മാർക്കറ്റിലേക്ക് കാലികളെല്ലാം വന്നു കൊടുക്കും. ആയിരക്കണക്കിന് വ്യാപാരികളാണ് ശനിയാഴ്ച ദിവസം ഇവിടെ എത്തിച്ചേരുക. അതിനു മുമ്പ് തന്നെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, പിന്നെ കേരളത്തിൻ്റെ മറ്റുള്ള ജില്ലകളിൽ നിന്നും എല്ലാം എത്തും. ഇത് കുഴൽമന്നം ടൗണാണ്. ഇവിടെ മേൽപ്പാലത്തിനുള്ള പണിയാണെന്ന് തോന്നുന്നു, പണി നടക്കുന്നുണ്ട്. കുഴൽമന്നം ജംഗ്ഷനാണ് ഹൈവേയിലെ റൈറ്റ് സൈഡിൽ കാണുന്ന പോലീസ് സ്റ്റേഷനാണ്. കുഴൽമന്നം പോലീസ് സ്റ്റേഷനാണ്. റൈറ്റ് സൈഡ് ബോർഡ് കണ്ടോ, കുഴൽമന്നം പോലീസ് സ്റ്റേഷനാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കാലിച്ചന്തയുടെ കാര്യമാണ്. ഇതിലെ കാലിച്ചന്തയിലെ വ്യാപാരം ഏറ്റവും പ്രശസ്തമായതാണ്. കോടികളുടെ കച്ചവടമാണ് അവിടെ നടക്കുന്നത്. 10,000 കാലികളെ അവർ എത്തിക്കും. ഇത് പാലക്കാട് ടോളാണ് കഴിയുന്നത്. പാലക്കാട് ടോൾ പ്ലാസയാണത്. കേരളത്തിലെ അവസാനത്തെ ടോള്, അതായത് വാളയാറിന് തൊട്ട് മുമ്പുള്ള ടോൾ പ്ലാസയാണ്. അപ്പോൾ കുഴൽമന്നത്ത്
വെള്ളിയാഴ്ചയോടുകൂടി തന്നെ എന്ത് ചെയ്യും, കാലികളെത്തും. ശനിയാഴ്ച മാർക്കറ്റിൽ സെയിൽ നടക്കും. അങ്ങനെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറും കയ്യോടെ ആരും തന്നെ എന്ത് ചെയ്യാറില്ല, തിരിച്ചു പോകില്ല എന്നുള്ളതാണ് വ്യാപാരികൾ. അതാണ് കുഴൽമന്ദം മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഹൈവേ പൂർത്തിയാകുന്നതിന് മുമ്പ് നാം ഈ പാലക്കാട് വാളയാറൊക്കെ കഴിഞ്ഞിട്ട് മണ്ണുത്തി എത്തുന്നതിന് ചുരുങ്ങിയതൊരു 3.5 മണിക്കൂർ ഒക്കെ പിടിക്കും. അത്രമാത്രം ദുർഘടമായിരുന്നു വഴികൾ. ഒന്ന് ഈ വളരെ ലോങ് ചേസ് വണ്ടികളെയൊക്കെ ഓവർടേക്ക് കയറാനൊക്കെ സിംഗിൾ റോഡിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ നമ്മൾ വാളയാറ് കഴിഞ്ഞ ഒരു 45 മിനിറ്റ്, ഒരു 50 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈസി ആയിട്ട് മണ്ണുത്തിയിലെത്തുന്ന അവസ്ഥയുണ്ട്. കാരണം ഇത്രയും ഭാഗത്തെ ഹൈവേ മറ്റ് പ്രദേശത്ത്, ഉദാഹരണത്തിന് മണ്ണുത്തിയിൽ നിന്ന് പിന്നെ അങ്ങോട്ട് പറഞ്ഞിരിക്കുന്ന ഹൈവേകളൊന്നും മേൽപ്പാലങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് മണ്ണുത്തി മുതൽ വടക്കാഞ്ചേരി പാലക്കാട് വരെയുള്ള ഹൈവേയിൽ നല്ല മേൽപ്പാലങ്ങളെല്ലാം കൊടുത്തിട്ട് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, റോഡ് പണിതിട്ടുള്ളത്. നമ്മൾ വാളയാറ് എത്താൻ പോവാണ്, അതായത് കേരളത്തിൻ്റെ അതിർത്തി കടക്കാൻ പോവാണ്. കേരളത്തിൻ്റെ അതിർത്തി കടക്കുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ RTO ചെക്ക് പോസ്റ്റ് ഉണ്ട്. RTO ചെക്ക് പോസ്റ്റ് യഥാർത്ഥത്തിൽ സെൻട്രൽ ഗവൺമെൻറ് GST 2017 ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ തന്നെ RTO ചെക്ക് പോസ്റ്റുകളെല്ലാം എടുത്തു കളയണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. ഓൾറെഡി 2-3 സർക്കുലർ ഓർഡറുകൾ ഓൾറെഡി സ്റ്റേറ്റ് ഗവൺമെൻറ്റിനൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് RTO ഓഫീസ് എടുത്തു കളയാൻ പറഞ്ഞു. ബോർഡർ ചെക്ക് പോസ്റ്റുകൾ, RTO ബോർഡർ ചെക്ക് പോസ്റ്റ് എടുത്ത് കണ്ട ഒരു ഡ്രൈവർ പാവം, അദ്ദേഹം കൈക്കൂലി കൊടുക്കാതെ ഇവിടുന്ന് എന്ത് ചെയ്യാൻ സാധിക്കില്ല, പോകാൻ പറ്റില്ല. ഇങ്ങനെ യുവമാരെ പിടിച്ചു നിർത്തി പൈസ വാങ്ങിക്കും. യഥാർത്ഥത്തിൽ RTO ചെക്ക് പോസ്റ്റുകൾ അനധികൃതമാണ്. സെൻട്രൽ ഗവൺമെൻറ് ഓൾറെഡി എന്ത് ചെയ്തിരിക്കുന്നതാണ്, നോട്ടീസ് ഇവർക്ക് എല്ലാവരും കൊടുത്തിരിക്കുന്നതാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക്. RTO ബോർഡർ ചെക്ക് പോസ്റ്റ് എടുത്ത് കളയാൻ പറഞ്ഞു. ഇപ്പോൾ നിലവിൽ ഉത്തർപ്രദേശിൽ ബോർഡർ ചെക്ക് പോസ്റ്റ് ഇല്ല, രാജസ്ഥാനിലില്ല, മറ്റുള്ള ഗുജറാത്തിലില്ല, മഹാരാഷ്ട്രയിലില്ല. അങ്ങനെ ഒത്തിരി സംസ്ഥാനങ്ങളിൽ എന്തില്ല, ബോർഡർ ചെക്ക് പോസ്റ്റുകളില്ല. ഇവിടെ ഇപ്പോഴും എന്തുണ്ട്, ബോർഡർ ചെക്ക് പോസ്റ്റ് വെച്ചുകൊണ്ടിരിക്കുകയാണ്, RTO ചെക്ക് പോസ്റ്റുകൾ. അതായത് GSTയുടെ നിയമത്തിൻ്റെ യഥാർത്ഥ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡർ ചെക്ക് പോസ്റ്റുകൾ മുഴുവൻ എടുത്തു കളയണം. വണ്ടികൾ ഒരു ബോർഡറിൽ നിൽക്കാതെ വണ്ടികൾക്ക് ഓടാൻ സാധിക്കണം എന്നുള്ളതാണ് GST റൂളിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ എല്ലാം ഓൺലൈനിലുണ്ടല്ലോ. ഇപ്പോൾ RTO ചെക്ക് പോസ്റ്റിൽ നിന്ന് പെർമിറ്റ് ഒന്നും എടുക്കേണ്ട കാര്യം വണ്ടികൾക്കൊന്നുമില്ല. അപ്പോൾ അന്യ സംസ്ഥാനത്തേക്ക് പോകുകയാണെങ്കിൽ തന്നെ പെർമിറ്റ് എടുക്കണമെങ്കിൽ ഓൺലൈനിലാണ് പെർമിറ്റ് എടുക്കുന്നത്. അതുകൊണ്ട് നേരത്തെ എന്ന് പറഞ്ഞൊരു ബോർഡർ ചെക്ക് പോസ്റ്റിന് ആ ബോർഡർ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇഷ്യൂ ആണ്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോർഡർ ചെക്ക് പോസ്റ്റുകളുടെ ആവശ്യം നിലവിലില്ല എന്ന് മാത്രമല്ല, ഓൾറെഡി ഗവൺമെൻറ് ചെയ്തിരിക്കുകയാണ്, ഓർഡർ സെൻട്രൽ ഗവൺമെൻറ് വിജ്ഞാപനം കൊടുത്തിട്ടുള്ളതാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് ബോർഡർ ചെക്ക് പോസ്റ്റുകൾ എടുത്തു കളയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവരെന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാലോ, ഇന്ന് തന്നെ റെയ്ഡ് നടന്നിട്ടുണ്ട് വാളയാറും മറ്റുള്ള ബോർഡർ ചെക്ക് പോസ്റ്റുകളിലെല്ലാം. അപ്പോൾ അത് അഴിമതി നടത്താൻ വേണ്ടി തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത്തരത്തിൽ ചെക്ക് പോസ്റ്റുകൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് ഈ വാളയാറ് കഴിയുമ്പോൾ തന്നെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്നാണ് മലബാർ സിമെൻറ്റ്സ് ഉള്ളത്. പൊതുമേഖലാ സ്ഥാപനമാണ്. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ മലബാർ സിമെൻറ്റ്സിൻ്റെ ബോർഡാണ് കാണുന്നത്. നമ്മുടെ സിമെൻറ്റിൻ്റെ മാർക്കറ്റിൽ വില പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഫാക്ടറിയാണ് മലബാർ. പക്ഷേ മലബാർ സിമെൻറ്റ് നിലവിൽ ചെയ്യണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ള സംസ്ഥാന കമ്പനികൾ ഏത് വിലക്ക് വിൽക്കണോ ആ വിലക്ക് ഇവരും വിൽക്കും. പിന്നെ ജനങ്ങൾക്ക് വിലക്കുറവ് മാർക്കറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് മലബാർ സിമെൻറ്റ് എന്ന് പറഞ്ഞ സംരംഭം ഉണ്ടാക്കിയത്. പക്ഷേ ഇവർ ചെയ്യണ പണിയോ, നിലവിൽ ഇവർ വിൽക്കുമ്പോൾ സാധാരണ സിമെൻറ്റിന് വില കൂടി നിൽക്കുമ്പോൾ ഇവരുടെ വില നമുക്ക് മറ്റുള്ള കമ്പനിക്കാർ അതേ വിലക്ക് തന്നെ വാങ്ങിക്കേണ്ട ഗതികേടാണ് നമുക്കുള്ളത്. ഇതിപ്പോൾ ബോർഡർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത് തമിഴ്നാടിൻ്റെ ബോർഡറിലേക്ക് നമ്മൾ കയറാൻ പോകുന്നത്. ഇത് സംസ്ഥാന അതിർത്തിയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ രാജ്യാതിർത്തി പോലെ തോന്നും. ആ രീതിയിലുള്ള ബാരിക്കേഡുകളൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യണത്, 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അതിർത്തി ബോർഡർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു പാലമുണ്ട്. ഈ പാലം കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ പാലമാണ് അതിർത്തി. ഈ പാലത്തിൻ്റെ ഇപ്പുറം കേരളം, പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴ്നാട്. നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറി, തമിഴ്നാടിൻ്റെ എൻ്ററായി നമ്മൾ. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ വ്യവസായ നഗരമായ എറണാകുളത്ത് നിന്ന് 175 കിലോമീറ്ററാണ് കോയമ്പത്തൂർക്കുള്ളത്. എന്നാൽ ഇന്ത്യയിലെ നമ്പർ 1 GDPയിൽ നമ്പർ 1 ഡിസ്ട്രിക്ട് എന്ന് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവേ ഉള്ളൂ, കോയമ്പത്തൂരാണ്. മുംബൈ അല്ല. മുംബൈക്ക് 2ാം സ്ഥാനം മാത്രമേ പോളൂ. നമ്പർ 1 കോയമ്പത്തൂരാണ്. വാളയാറ് കഴിഞ്ഞാൽ നമ്മൾ കേരള ബോർഡർ തമിഴ്നാട് ബോർഡറിലേക്ക് എൻ്റർ ചെയ്യുന്നത് കോയമ്പത്തൂർക്കാണ്. കോയമ്പത്തൂർ എന്ന് പറഞ്ഞാൽ മെയിൻ ടെക്സ്റ്റൈലിൻ്റെ ഹബ്ബാണ്. ടെക്സ്റ്റൈല്, ഓട്ടോമൊബൈൽ പാർട്സുകൾ, മെക്കാനിക്കൽ, ചെറുകിട മെക്കാനിക്കലായിട്ട് മോട്ടർ കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള എല്ലാ സംഗതികളുടെയും ഒരു ഹബ്ബാണ് കോയമ്പത്തൂർ. അത്രമാത്രം ഏതാണ്ട് 25,000-ഓളം ചെറുകിട സംരംഭങ്ങൾ ഉള്ളൊരു ജില്ലയാണ് കോയമ്പത്തൂർ എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെയാണത് ഇന്ത്യയിൽ നമ്പർ 1 GDP-യിൽ ഇന്ത്യയിലെ നമ്പർ 1 ഡിസ്ട്രിക്റ്റായിട്ട് മാറാനുള്ള കാരണം. കോയമ്പത്തൂര് വസ്ത്ര വ്യവസായങ്ങൾ, തുണിത്തര വ്യവസായങ്ങളെല്ലാം വളരാൻ പ്രത്യേക കാരണം തന്നെയാണ്. അത് ഭൂമിശാസ്ത്രപരമാണ്. കാരണം ഡെക്കാൻ പീഠഭൂമിയിൽപ്പെട്ട സ്ഥലമാണ് കോയമ്പത്തൂര്. അതുകൊണ്ട് തന്നെ കറുത്ത മണ്ണിലാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. അതുകൊണ്ടാണ് ഇവിടെ പരുത്തി കൃഷി ഉണ്ടാവുകയും നൂലുൽപാദനം നടക്കുകയും ടെക്സ്റ്റൈൽ രംഗം വളരെയധികം വ്യാപകമാവുകയും ചെയ്യുന്നതിന് അതിന് പ്രത്യേക കാരണം അത് തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യൂ. കൂടാതെ പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗം ഉടൻ എത്തും. നിങ്ങളുടെ പിന്തുണ എപ്പോഴും പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.